ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ എവിടം വരെയായി? അതായത് ഇത് മന്ത് ജാനുവരി അല്ലേ, ജാനുവരി ഏകദേശം പകുതിയൊക്കെ ആയി. അപ്പോൾ ഞാനൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത് ഡയറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് 6 മന്തിൻ്റെ ലാഗിങ്ങിലാണ് ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷേ അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ കൺട്രി ടു കൺട്രി മാറിയതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പഴയതുപോലെ പതുക്കെ പതുക്കെ നമ്മുടെ ഡിസിപ്ലിൻസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഡയറ്റ് മാത്രമേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാം ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈൽഡ് എക്സസൈസ് ആണ്. മൈൽഡ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വീട്ടിൽ നിന്ന് കുറേ ബോഡി ടയർഡ് ആവുന്നവരെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ കാര്യമായിട്ട് തുടങ്ങാൻ പറ്റിയതാണ് മൈൽഡ് വാക്കിംഗ്. ചെറിയൊരു വാക്കിംഗ്, അതായത് ഇപ്പോഴത്തെ ടെമ്പറേച്ചറും ക്ലൈമറ്റും ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ വാക്കിംഗ് നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വാക്കിംഗ് ചെയ്യാമെന്ന് ഇനി മുതൽ. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ 2026 എടുത്തൊരു തീരുമാനമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ചോക്ലേറ്റ് ലവറാണ്. അപ്പോൾ എന്താ പറയുക, അത് നമ്മുടെ ബോഡിക്ക് കൂടുതൽ കഴിക്കുന്നത് അത്ര ഹെൽത്തി ഒന്നുമല്ല. സോ നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് മാറ്റിയിട്ട് എന്താ പറയുക, ഡുങ്കൽ ചോക്ലേറ്റ് മീൻസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു തുടങ്ങാമെന്ന്. അപ്പോൾ ആ ഒരു റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ചേഞ്ച് ചെയ്തത്. ഇത് എക്സ്പെഷ്യലി ഫോർ നമ്മുടെ ബ്രെയിൻ, ബുദ്ധി, അതൊക്കെ നല്ലതാണ്. എന്താ പറയുക, കുറച്ച് എൻലൈറ്റ്മെൻറ്റുകൾ തരും നമുക്ക്. അതുപോലെ എന്താ പറയുക, നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഷുഗേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്നാൽ നമുക്കത് കഴിക്കണമെങ്കിൽ കൺസ്യൂം ചെയ്യാനും പറ്റും. സോ ഇതൊക്കെയാണ് ഞാനെടുത്ത റെസൊല്യൂഷൻസ്. അപ്പോൾ നിങ്ങളെടുത്തത് എന്താണ്? കമൻറ്റ് ബിലോ. ബൈ.